ഹലോ. ബിഗ് ബോസിൽ ആദ്യ ക്യാപ്റ്റനായിട്ട് അനീഷ്, നമ്മുടെ ചൊറിയൻ അനീഷ് തുടരുന്നു. അപ്പം നമുക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. ഷാനവാസ് നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയത്. പക്ഷേ അതിന് ഈ ഒരു റീസൺ പറയുമല്ലോ, വല്ലാത്ത റീസൺ ആയിപ്പോയി. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലോട്ടാണോ വന്നത് എന്നുള്ളത് ഡൗട്ടായി പോകും. കാര്യം അതിലൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഡ്രസ്സ് ശരിയാവുന്നില്ല. ഹൗസിനുള്ളിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നത് അത്ര ശരിയല്ല. ഡ്രസ്സുകൾ ഇപ്പോൾ പെട്ടി മാറി, എല്ലാവർക്കും ഡ്രസ്സുകൾ, കൃത്യമായ ഡ്രസ്സുകൾ തന്നെ കിട്ടിയിട്ടില്ല. എങ്കിലും ഷാനവാസൻ, ബിഗ് ബോസ് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ അല്ലേ, എല്ലാ തരത്തിലുള്ള ആൾക്കാരും കയറുന്ന ഒരു റിയാലിറ്റി ഷോ അല്ലേ. അപ്പോൾ അവിടെ നമ്മളെ ഇഷ്ടത്തിലുള്ളതോ നമ്മളെ കുടുംബത്തിലിരിക്കുന്നത് പോലെയുള്ള കുട്ടികളത് ഓർഡർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അവരെങ്ങനെയാണോ അങ്ങനെ അവർ ഹൗസിൽ കയറും. അവിടെ ഒരു കൊച്ച് ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഒരു നൂഡിൽസ് ട്രാപ്പുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നു, ഒരു പയ്യൻ്റെ അടുത്തിരുന്നു, ഇതെങ്ങനെയൊക്കെ പറയാൻ പാടണ്ട. ഇതിപ്പോൾ പറഞ്ഞത് വേറൊന്നുമല്ല, ആ കണ്ടസ്റ്റൻ്റ് ഡ്രസ്സ് ഇടുന്നത് കുറച്ചുകൂടി വിസിബിളായ രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ തന്നെ അവിടെ ഒരു വിവേചനമില്ലാത്ത ഷോയാണ്. കോമണറുണ്ട്, സിനിമ നടനുണ്ട്, സീരിയൽ നടനുണ്ട്, സീരിയൽ നടിയുണ്ട്, ആങ്കറുണ്ട്. ജാതി മതഭേദങ്ങളൊന്നുമില്ല, സ്ഥലങ്ങൾ ഭേദങ്ങളൊന്നുമില്ല. അതിൽ തന്നെ ജീവിത രീതി, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ജീവിത കഥ പറയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം നമ്മൾ ഇതിൽ അറിയാമെന്നുള്ള ഒരേ ഒരു കോമണർ ആദിലെ നൂറയും നമുക്കറിയാം ലെസ്ബിയനാണ്. ഇനി ഏതൊക്കെ കാറ്റഗറിയിൽ ജീവിച്ചു പോകുന്നവരാണെന്ന്, സിംഗിൾ പാരൻ്റ് ഉണ്ട്, ഡിവോഴ്സ്ഡ് ആയവരുണ്ട്, എന്നൊക്കെ നമുക്കിനി വഴിയേ അറിയാൻ കഴിയുള്ളൂ. ബിഗ് ബോസ് പോലത്തെ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് ആ കുട്ടി ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നൂഡിൽസ് ട്രാപ്സ് ഉള്ള ഡ്രസ്സാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനവൻ്റെ വില ആദ്യമേ കളയാതെ. ഇതാണ് നമ്മൾ ബിഗ് ബോസിൽ പറയുന്ന യഥാർത്ഥ മുഖങ്ങൾ അഴിഞ്ഞു വീഴുമെന്ന് പറയുന്നത്. ഈ ഷാനവാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രുദ്രൻ, അതുപോലെ സീത ചേച്ചിയുടെ ഇന്ദ്രേട്ടൻ, 2 ഹിറ്റ് സീരിയലായിരുന്നു. അപ്പോൾ ആ ഇന്ദ്രേട്ടനും ഈ ഷാനവാസും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് അവിടെ തെളിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, രേണു ഇടയ്ക്കിടയ്ക്ക് ചെന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ഷാനവാസിൻ്റെ മുഖത്ത് നല്ല ഭാവങ്ങൾ വരുന്നുണ്ട്. എന്തിനു പറയണേ, എന്തിനു സംസാരിക്കണേ എന്നൊക്കെ ഒരു ഭാവങ്ങളൊക്കെ വരുന്നുമുണ്ട്. അപ്പം ഈ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ, അതായത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവങ്ങൾ പതുക്കെ റിവീലായി തുടങ്ങുന്നു. അതിൽ ഫസ്റ്റ് സ്വന്തം ക്യാരക്ടർ റിവീലായത് ഷാനവാസിൻ്റെതാണെന്ന് മാത്രമേ ഉള്ളൂ. നാളെ കഴിയുമ്പോൾ അനുക്കുട്ടിയുടെ രൂപം എടുക്കും. രേണു ഏതാണ്ട് എടുത്തു. അപ്പോൾ നാളെ കഴിയുമ്പം അനുക്കുട്ടിയുടെ ആ ഒരു ചെറിയ ഒരു സ്റ്റെപ്പോ നുണ പറയൽ സ്വഭാവം അനുക്കുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശരത്ത് ഇന്ന് അതങ്ങ് തട്ടിയും മുട്ടലും ഇല്ലാതെ അതിനെ അങ്ങ് വിട്ടു. അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ചായ ഇട്ടത് കൊള്ളൂല എന്ന് പറഞ്ഞത് വഴി തട്ടലും മുട്ടലും ഇല്ലാതെ അങ്ങ് വിട്ടു. പക്ഷേ ഈ മണിക്കൂറുകൾ കഴിയുന്നതനുസരിച്ച് ആ സ്വഭാവം തിരിച്ചു വരും. എന്തായാലും ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് ഷാനവാസിൻ്റെ യഥാർത്ഥ മുഖം പുറത്ത് വന്നു തുടങ്ങി. ഷാനവാസിൻ്റെ തീരെ ഇഷ്ടപ്പെട്ടില്ല ആദിലെ നൂറയും ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നതും, ഗീസിലെ ഈ പറയുന്ന പോലെ വിസിബിളായ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഇതൊക്കെ തുടക്കം മാത്രമേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. നമ്മളും അവരും, ഹൗസിനകത്തുള്ള ഇൻമേറ്റ്സും പുറത്തിരിക്കുന്ന നമ്മളും ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ.